നമ്മുടെ സർക്കാരും CPM-ഉം ഗവർണറുടെ കയ്യിൽ നിന്ന് ഇനിയും വാങ്ങിച്ചു കിട്ടുമെന്നാണ് തോന്നുന്നത്. CPM പലപ്പോഴും അങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ എത്ര കിട്ടിയാലും കൊണ്ടാലും അവരൊരു പാഠം പഠിക്കില്ല. കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെടാനുള്ള അവരുടെ ഒരു ദുരാഗ്രഹം അതിലൊന്നാണ്. മുൻ ഗവർണർ അരീഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയതാ, അന്ന് നടുവൊടിഞ്ഞതാ. അതിൻ്റെ കേടും പാടുമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും സർവകലാശാലകളുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഭേദഗതി നിയമങ്ങളെ സംബന്ധിച്ച് ഗവർണറുമായി ഒരു പുതിയ സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ് നമ്മുടെ സർക്കാർ. കേരളത്തിലെ സർവകലാശാലകളുടെ നിയമങ്ങളിൽ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവരുവാൻ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക. അതിൻ്റെ ബില്ലൊക്കെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വയം ഭരണാധികാരം അല്ലെങ്കിൽ അവകാശം, അതിൻ്റെ ശക്തിയും സൗന്ദര്യവും പ്രത്യേകതയുമാണ്. അതിപ്പോൾ ഇല്ലാതാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെയും ചാൻസലർ നിയമിക്കുന്ന വൈസ് ചാൻസലറുടെയും അധികാരങ്ങൾ, സർവകലാശാല ഭരണം സംബന്ധിച്ച അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനും പ്രോ ചാൻസലർ പദവിയിലിരിക്കുന്ന വകുപ്പ് മന്ത്രിയുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ഭേദഗതി ബില്ലുകളാണ് സർക്കാർ ഇപ്പോൾ പാസ്സാക്കാനായി ഉദ്ദേശിക്കുന്നത്. ഇതോടെ അല്ലെങ്കിൽ ഈ ഭേദഗതികൾ പാസ്സാകുന്നതോടെ സർവകലാശാലകളുടെ ദൈനംദിന ഭരണത്തിൽ പോലും രാഷ്ട്രീയമായ ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ സർവകലാശാലകളുടെ ഇതുവരെയുള്ള പ്രത്യേകത. ഇതുപോലൊരു നീക്കം ഗവർണർ അനുവദിച്ചു കൊടുക്കുമോ എന്ന കാര്യത്തിൽ ശക്തമായ സംശയങ്ങളുണ്ട്. സർക്കാർ KTU, മലയാളം സർവകലാശാല, കുസാറ്റ് എന്നീ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ സംബന്ധിച്ച ഭേദഗതികൾ നേരത്തെ ഗവർണർക്ക് അയച്ചു കൊടുത്തിരുന്നു, സമർപ്പിച്ചിരുന്നു, അദ്ദേഹത്തിന് മുൻകൂർ അംഗീകാരത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് നൽകാൻ, അഡ്വാൻസ് ആയിട്ടുള്ള ഈ അനുമതി നൽകുന്നതിന് ഗവർണർ തയ്യാറായില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഗവർണർ അംഗീകാരം നൽകിയില്ലെങ്കിലും സ്പീക്കർ അനുവദിക്കുകയാണെങ്കിൽ ഈ ഭേദഗതി ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും പാസ്സാക്കാനും സാധിക്കും. പക്ഷേ ഈ ബില്ലുകൾ പാസ്സാക്കി എന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും പാസ്സാവും. കാരണം ഭരണകക്ഷിക്ക് നിയമസഭയിൽ വലിയ മൃഗീയമായ ഭൂരിപക്ഷമാണുള്ളത്. അപ്പോൾ അത് പാസ്സാകും. പാസ്സായി കഴിഞ്ഞാൽ അത് നിയമമാകണമെങ്കിൽ, നിയമസഭ പാസ്സാക്കിയ ഒരു ബിൽ നിയമമാകണമെങ്കിൽ അതിന് ഗവർണർ അനുമതി നൽകണം, അംഗീകാരം നൽകണം. എങ്കിൽ മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭേദഗതികൾ അംഗീകരിച്ചു കഴിഞ്ഞാലും അതിന് ഗവർണർ അംഗീകാരം അല്ലെങ്കിൽ അനുമതി നൽകണമെന്നില്ല. നേരത്തെ ഇതുപോലെ സംഭവിച്ചതാണ്. അതായത് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ ഒഴിവാക്കാനുള്ള ഒരു ബിൽ നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കി. എന്നിട്ട് അംഗീകാരത്തിനായിട്ട് അരീഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്താണ്, അദ്ദേഹത്തിന് അയച്ചു. പക്ഷേ ആ ബില്ല് ഏത് വഴി പോയി എന്ന് നമുക്കറിയില്ല. പോയ വഴിക്ക് പിന്നെ പുല്ല് കിളിർത്തിട്ടില്ല. കാരണം ഗവർണർ അതിന് അനുമതി കൊടുത്തില്ല, അതെടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടുകയാണ് ചെയ്തത്. ഇപ്പോഴും യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായി ഗവർണർമാർ തന്നെയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. അതിന് മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ മുൻകൂർ അനുമതിക്കായി ഗവർണർക്ക് സമർപ്പിച്ച ബില്ലുകൾക്ക് അത് അദ്ദേഹം നൽകാതിരുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഈ ഒരു സൂചനയാണുള്ളത്. ഇത്തരത്തിലുള്ളൊരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിച്ചാലും അദ്ദേഹം അത് അംഗീകരിക്കണമെന്നില്ല എന്നുള്ളതിൻ്റെ വളരെ ശക്തമായ സൂചനയാണ് ഈ മുൻകൂർ അനുമതി നൽകാതിരുന്നതിൽ അന്തർഭവിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF അധികാരത്തിൽ വരുമ്പോൾ രണ്ടു കാര്യങ്ങളിൽ അവർക്ക് വല്ലാത്തൊരു ദൗർബല്യം പ്രകടമാകാറുണ്ട്. ഒന്ന് സർവകലാശാലകളുടെ ഭരണം, മറ്റൊന്ന് സഹകരണ മേഖല. അവിടെ അവർ എന്തായാലും ഇടപെടും. അതിനാവശ്യമായ രീതിയിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യും. എങ്ങനെയെങ്കിലും സർവകലാശാലകളുടെയും സഹകരണ മേഖലയുടെയും നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് എപ്പോഴും CPM-ന്റെ ഒരു ആഗ്രഹമാണ്, ദുരാഗ്രഹമാണ്. അത് അവരുടെ ഒരു ബലഹീനതയുമാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള ശ്രമം നടന്നില്ല, പരാജയപ്പെട്ടു പോയി. അതിനു പകരം ചാൻസലറുടെ അധികാരങ്ങൾ, അതോടൊപ്പം തന്നെ ചാൻസലർ നിയമിക്കുന്ന VC-യുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക. അത് കവർന്നെടുത്ത് ഇപ്പോൾ പ്രോ ചാൻസലറായിരിക്കുന്ന മന്ത്രിക്കും പ്രോ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനും വീതിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ
ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രോ ചാൻസലർക്ക്, അതായത് മന്ത്രിക്ക്, വകുപ്പ് മന്ത്രിക്ക് സർവകലാശാലയുടെ ഭരണം സംബന്ധിച്ച് യാതൊരു അധികാരങ്ങളുമില്ല. സർവകലാശാലാ നിയമത്തിൽ ഇതേപ്പറ്റി പറയുന്നത് ചാൻസലർ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ പ്രോ ചാൻസലർക്ക് പ്രയോഗിക്കാം, അല്ലെങ്കിൽ ആ അധികാരങ്ങൾ ഉപയോഗിക്കാം എന്നാണ്. പക്ഷേ ഇവിടെ ചാൻസലർ അഥവാ ഗവർണർ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. ഒരു ഗവർണർ ചുമതല ഒഴിഞ്ഞു പോയാൽ തന്നെ തൽക്കാലത്തേക്കെങ്കിലും മറ്റൊരു ഗവർണർക്ക്, അയൽ സംസ്ഥാനത്തെ ഒരു ഗവർണർക്ക് ചുമതല കൊടുക്കാറാണ് പതിവ്. അങ്ങനെ പ്രായോഗികമായി നോക്കുമ്പോൾ പ്രോ ചാൻസലർക്ക് ഒരു അധികാരവുമില്ല. പക്ഷേ ഇപ്പോൾ പ്രോ ചാൻസലർക്ക് അഥവാ ബന്ധപ്പെട്ട മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിനാണ് ഇപ്പോഴത്തെ ഭേദഗതി ബില്ലിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്. മന്ത്രി അഥവാ പ്രോ ചാൻസലർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയായിരിക്കും. അതുപോലെ തന്നെ PVC പ്രോ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഗവൺമെന്റാണ്. രജിസ്ട്രാറുടെ നിയമനവും സർക്കാരിന്റെ അധികാരമാണ്. സിൻഡിക്കേറ്റും ഈ രാഷ്ട്രീയ പരിഗണനകളിൽ അധികാരത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ചാൻസലറെയും VC-യെയും ഒരു മൂലക്കിരുത്തി കഴിഞ്ഞാൽ മന്ത്രിക്കും അതുപോലെ PVC-ക്കും രജിസ്ട്രാർക്കും ഒക്കെ ചേർന്ന് ഈ സർവകലാശാലകളുടെ ദൈനംദിന ഭരണത്തിൽ പോലും ഇടപെടാൻ സാധിക്കും. പുതിയ ഭേദഗതി അനുസരിച്ച് സർവകലാശാലകളിൽ നിന്നുള്ള ഫയലുകൾ വിളിച്ചു വരുത്താനും പരിശോധിക്കാനും ഒക്കെ പ്രോ ചാൻസലറായ മന്ത്രിക്ക് അധികാരം ലഭിക്കും. അതുപോലെ അഫിലിയേറ്റഡ് കോളേജുകളുടെയും സർവകലാശാലകളുടെയും സാമ്പത്തിക കാര്യങ്ങളിൽ, അക്കാദമികമായ വിഷയങ്ങളിൽ, പരീക്ഷ നടത്തിപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ പ്രോ ചാൻസലർക്കോ അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവര് നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ പരിശോധന നടത്താനും ഇടപെടാനുമുള്ള അധികാരം ഈ ഭേദഗതി ബില്ലിൽ നൽകിയിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥന്മാരിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിലേക്ക്, ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്നവരാ, അവരിലേക്ക് സർവകലാശാലകളുടെ ഭരണത്തെ അങ്ങനെ ചുരുക്കിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഈ ബില്ലുകൾക്ക് ഉള്ളത്. യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗങ്ങളിലും ബിരുദദാന ചടങ്ങിനുമൊക്കെ അധ്യക്ഷത വഹിക്കാനും പുതിയ ഭേദഗതി അനുസരിച്ച് പ്രോ ചാൻസലർക്ക് അധികാരം ഉണ്ടാവും. ഇപ്പോൾ മന്ത്രി R. ബിന്ദുവാണ് പല സർവകലാശാലകളിലെയും പ്രോ ചാൻസലറായിട്ട് മന്ത്രി എന്ന നിലയിൽ ഇരിക്കുന്നത്. അവിടെ ഒരു സ്വന്തം കാര്യം കൂടി ഈ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് വളരെ രസകരമാണ്. എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളെ സ്വന്തം ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നമ്മുടെ മന്ത്രി ബിന്ദു നേരത്തെ തൃശ്ശൂരില് മേയറായിരുന്നു. അവരൊരു എയ്ഡഡ് കോളേജിലെ അധ്യാപിക ആയിരുന്നു. അപ്പോ അവർ അധ്യാപികയായിരിക്കുന്ന സമയത്താണ് മേയറായിട്ടും പ്രവർത്തിച്ചത്. അപ്പൊ ആ 5 വർഷക്കാലം അത് അവധിയായി കണക്കാക്കാമെന്നാണ് പറയുന്നത്. നേരത്തെ അത് അവധിയല്ല, അവധിയായിട്ട് കണക്കാക്കുകയില്ല. പുതിയ നിയമം വരുമ്പോഴേക്ക് ഇത് അവധിയായിട്ട് കണക്കാക്കും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വലിയ വർധനവ് വരികയും ചെയ്യും. ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. മുൻകാല പ്രാബല്യം നൽകുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം മന്ത്രി ബിന്ദുവിനും ലഭിക്കും. 1937 സർ CP തിരുവിതാംകൂറിൽ ദിവാനായിരിക്കുന്ന കാലത്താണ് തിരുവിതാംകൂർ സർവകലാശാല ഉണ്ടാവുന്നത്. അതുവരെ കേരളത്തിലെ കോളേജുകൾ മദ്രാസ് സർവകലാശാലയുടെ കീഴിലായിരുന്നു. അന്ന് മദ്രാസ് സർവകലാശാലയുടെ നിയമം ഏതാണ്ട് അതേപടി നമ്മൾ തിരുവിതാംകൂർ സർവകലാശാലയ്ക്ക് വേണ്ടി എടുക്കുകയായിരുന്നു. 1923 മദ്രാസ് സർവകലാശാല നിയമം. അതിനുശേഷം 1967 EMS സർക്കാരിന്റെ കാലത്താണ് കാലിക്കറ്റ് സർവകലാശാല വരുന്നത്. അന്ന് CH മുഹമ്മദ് കോയാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ആ ഗവൺമെന്റ് ചെയ്തതും അപ്പോൾ നിലവിലുണ്ടായിരുന്ന തിരുവിതാംകൂർ സർവകലാശാലയുടെ നിയമം ഏതാണ്ട് അതേപടി തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റികൾക്ക് സ്വയം ഭരണാധികാരം അല്ലെങ്കിൽ സ്വയം ഭരണാവകാശം ഉണ്ടായിരിക്കുമെന്ന്. അന്ന് EMS ആണ് മുഖ്യമന്ത്രി എന്ന് ആലോചിക്കണം. അദ്ദേഹം അത് എടുത്തു മാറ്റാൻ തയ്യാറായില്ല. അത് അങ്ങനെ തന്നെ വേണമെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ പിണറായി വിജയൻ നമ്മുടെ സർവകലാശാലകളുടെ സ്വയം ഭരണാവകാശത്തിന് കത്തിവയ്ക്കുന്ന ഭേദഗതികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ 1991 K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് E. T. മുഹമ്മദ് ബഷീർ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം കേരള സർവകലാശാലകളിൽ നിന്ന് ചില ഫയലുകൾ ആവശ്യപ്പെട്ടു. പക്ഷെ അന്നത്തെ വൈസ് ചാൻസലർ അത് കൊടുക്കാൻ തയ്യാറായില്ല. അത് ചട്ടങ്ങൾക്ക് അല്ലെങ്കിൽ നിയമത്തിന് എതിരായ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. അപ്പോൾ VC പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്ത് കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ അത് പറയാം, അതല്ലാതെ ഫയലുകൾ എത്തിച്ചു തരാൻ പറ്റില്ല.
ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഗവൺമെന്റ് ഏത് സർവകലാശാലകളെയും ഏത് ഫയലുകളും വിളിച്ചു വരുത്താൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഓർഡിനൻസ് പുറത്തു കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പിറ്റേന്ന് പത്രങ്ങളിൽ വന്നു. അത് വലിയ പ്രതിഷേധമായി, അതിശക്തമായ എതിർപ്പുണ്ടായി. അതേ തുടർന്ന് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള തീരുമാനം ആ സർക്കാർ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇപ്പോഴാവട്ടെ ഏത് ഫയലും വിളിച്ചു വരുത്താം മന്ത്രിക്ക്, അതിന്മേൽ നിർദ്ദേശങ്ങൾ നൽകാം, അത് അനുസരിച്ചിരിക്കണം, യൂണിവേഴ്സിറ്റികൾ അത് നടപ്പാക്കിയിരിക്കണം. അതാണ് ഇപ്പോഴത്തെ ഭേദഗതി നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വ്യവസ്ഥ. യൂണിവേഴ്സിറ്റികളുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുള്ള ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ച ചില പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ അതിപ്രസരം യൂണിവേഴ്സിറ്റികളിൽ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അക്കാദമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതായിരിക്കണം സർവകലാശാലകളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അടുത്ത സമയത്ത് കേരള ഗവൺമെന്റ് UGCയുടെ ചില കരട് നിയമങ്ങൾക്ക് എതിരെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു, ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. വൈസ് ചാൻസലർമാരെയൊക്കെ അതിൽ ക്ഷണിച്ചിരുന്നു, പക്ഷെ ഒരാൾ മാത്രമേ പോയുള്ളൂ. അത് സംബന്ധിച്ച ഒരു സർക്കുലറിൽ UGC കരട് നിയമങ്ങൾക്കെതിരെ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. എതിരെ ഗവർണർ ആവശ്യപ്പെട്ടു ആ എതിരെ എന്നുള്ള ആ പ്രയോഗം വേണ്ട, അത് പിൻവലിക്കാൻ പറഞ്ഞു. അത് പിൻവലിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ. അപ്പോൾ ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹം നിയമിക്കുന്ന VCയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച് അത് മന്ത്രിക്കും PVCക്കും മറ്റും കൊടുക്കാനുള്ള സർക്കാരിന്റെ ഈ കുറുക്കുവഴി ഉണ്ടല്ലോ, ഈ തന്ത്രം, അത് ഗവർണർ അനുവദിക്കുമെന്ന കാര്യത്തിൽ ശക്തമായ സംശയമുണ്ട്. അതിന് ഗവർണർ കിളിപ്പിടാനാണ് എല്ലാ സാധ്യതയും.